നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജമ്മു കാശ്മീരിൽ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം. പൊട്ടിത്തെറി ഭീകരരിൽ നിന്നും പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിനിടെ 7 പേർ മരിച്ചു, 20 പേർക്ക് പരിക്ക്. ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ 3 ഡോക്ടർമാരെ വിശദമായി ചോദ്യം ചെയ്യാൻ NIA. ലക്ഷ്യമിട്ടത് വൻ സ്ഫോടന പരമ്പരയ്ക്ക്. 32 വാഹനങ്ങൾ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടു. 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ NDA. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെന്ന് JDU. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടത്താനും ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവസാന ഘട്ടത്തിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം ഇന്ന്. പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യത. സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. പോലീസ് കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ. FIR, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പ് വേണമെന്ന ആവശ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേൽക്കും. പാലത്തായി പീഡനക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി K. പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ വിധിക്കുക തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വമ്പൻ സ്കോർ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ. 1 വിക്കറ്റിന് 37 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ദക്ഷിണാഫ്രിക്ക 159 റൺസിന് പുറത്ത്. ജസ്പ്രീത് ബുംറയ്ക്ക് 5 വിക്കറ്റ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. വലിയ സ്ഫോടനമാണ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതും സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ. എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? അശ്വതി, ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്നലെ രാത്രി 11:30 ഈ സ്ഫോടനം നടക്കുന്നത്. കാരണം നൌഗാം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മതിലുകളിൽ പതിച്ച പോസ്റ്ററുകൾ, പരിസര പ്രദേശങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ, ആ പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് കൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. കാരണം 19-ാം തീയതിയാണ് ജയ്ഷെ അനുകൂല പോസ്റ്ററുകൾ നൌഗാം പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നടത്തിയ അന്വേഷണമാണ് പിന്നീട് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടികൂടിയത്. ഏതാണ്ട് 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും അതിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് നൌഗാം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ആ കേസ് എടുത്തത് ആദ്യം നൌഗാം പോലീസ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ആ പരിശോധന നടക്കുകയായിരുന്നു. കാരണം 2 പേരെ ജമ്മു കാശ്മീർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്തു വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു പരിശോധന ജമ്മു കാശ്മീർ പോലീസ് ഈ സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച് നടത്തിയത്. പോലീസിന് പുറമെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, തഹസിൽദാർ ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സമയത്ത് പരിശോധന നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. ഏതായാലും വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ഭീകരത വ്യക്തമാകും. ഇതുകൂടാതെ സ്റ്റേഷൻ ആകെ കത്തിപ്പിടിക്കുന്ന, കത്തിച്ചാമ്പലാകുന്ന സാഹചര്യം പോലും
ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചു. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് 7 പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ ഈ പോലീസുകാർക്ക് പുറമെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും തഹസിൽദാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നിരവധി ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനകത്തുണ്ടായിരുന്നു. അതാണ് ഈ അപകട നിരക്ക് ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. 20-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി ഈ അപകടം നടന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പ്രത്യേകിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം നടന്നത്. പക്ഷേ ഈ സ്ഫോടനം നടന്നതിന് ശേഷം, വലിയ സ്ഫോടനം ഉണ്ടായതിനു ശേഷം ചെറിയ പൊട്ടിത്തെറികൾ പിന്നീടും ഉണ്ടായി. ഇതാണ് മറ്റു ചിലർക്ക് പരിക്കേൽക്കാനുള്ള കാരണം, ഒപ്പം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും നിലവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസ് അറിയിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു ഭീകര ആക്രമണം അല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായൊരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരമൊരു കാര്യങ്ങളെല്ലാം, മറിച്ച് ഇത് ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ ഉണ്ടായ അപകടമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഒക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ് നിലവിലെ സാഹചര്യം. ഒപ്പം ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആളുകളെ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ആ പ്രദേശമാകെ ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്നിരുന്നാൽ പോലും എങ്ങനെ ഇത് പൊട്ടിത്തെറിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ കേസ് അന്വേഷിക്കുന്നത് NIA ആണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ അറസ്റ്റ് അടക്കം, ഡൽഹി സ്ഫോടനത്തിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. എങ്കിൽ പോലും ആദ്യം ഈ കേസിനൊരു തുമ്പുണ്ടാകുന്നത്, ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെക്കുറിച്ചുള്ള ഒരു തുമ്പുണ്ടാകുന്നത് നൗഗാം പോലീസിന്റെ അന്വേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ ആ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണവും. അശ്വതി, അതാണ് രാകേഷ്, ഈ വിഷയത്തിൽ ഏറ്റവും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാകില്ലേ? അതൊക്കെ അവിടെ പാലിക്കപ്പെട്ടു എന്നാണോ? വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിലും അത് സംബന്ധിച്ച നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ ശ്രുതി, അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും രാത്രി, പ്രത്യേകിച്ച് 11:30 ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് രാത്രി പരിശോധന നടത്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ രാത്രി പരിശോധന നടത്താമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോലീസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ തഹസിൽദാർ തുടങ്ങി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്ങനെ ഇത് പൊട്ടിത്തെറിച്ചു, അലക്ഷ്യമായി ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു ഭീകര സംഘത്തെക്കുറിച്ചുള്ള തെളിവുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനൊരു സംഘമുണ്ട് എന്നത് അന്വേഷണത്തിലേക്ക് നയിച്ചത് ഈ ജമ്മു കശ്മീർ പോലീസാണ്, നൗഗാം പോലീസ് തന്നെയാണ്. അവരാണ് ഇത്തരത്തിൽ ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കുന്നത് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ അതിനൊരു തുമ്പുണ്ടാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ അപകടത്തിന് ഇരയായിരിക്കുന്നത്. പക്ഷേ കൊല്ലപ്പെട്ടവർ, മരിച്ചവർ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഈ ജമ്മു കശ്മീർ പോലീസ് പുറത്തുവിട്ടില്ല. അക്കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതാണ് ഡൽഹി സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ രാകേഷ്, ഈ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന വലിയ എമൗണ്ട് സ്ഫോടക വസ്തുക്കൾ, അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരം കൃത്യമായ ആസൂത്രണത്തോടെ എത്രയോ നാളുകളായി ഉള്ള ആസൂത്രണത്തിന്റെ ഫലമായാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെടുന്നത് ഈ അപകടം? അതെ ശ്രുതി, ഡൽഹി സ്ഫോടനം നടത്താൻ ഈ ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു മുമ്പാണ്, ഏതാണ്ട് 24 മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപും ആണ് ഇത്തരത്തിൽ ഫരീദാബാദിൽ നിന്ന് 2 ഇടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത്. ഏതാണ്ട് 3000 കിലോയ്ക്ക് അടുത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. അമോണിയം നൈട്രേറ്റ് തന്നെ അതിനകത്ത് ഏതാണ്ട് 350 കിലോ ഉണ്ടായിരുന്നു. ആ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഫരീദാബാദിൽ നിന്നടക്കം ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതാണ്
കൂടിയാണ് ഇത്തരത്തിലൊരു ആസൂത്രണത്തോടെ അല്ലെങ്കിൽ പാനിക്കായി എന്ന തരത്തിൽ പറയാവുന്ന സാഹചര്യം ഉമറിന് ഉണ്ടായത്. അതാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ ആസൂത്രണത്തോടെ അല്ല ഡൽഹി സ്ഫോടനം നടത്തിയത് എന്ന നിഗമനത്തിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം എത്താൻ കാരണം കൂട്ടാളികൾ പലരും അറസ്റ്റിലായി, സ്ഫോടക വസ്തുക്കൾ പിടികൂടി. അതിൻ്റെ ഒരു ആശങ്കയൊക്കെ തന്നെ ഉമറിന് ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ജമ്മു കശ്മീർ പോലീസ് അല്ല ഇപ്പോൾ നിലവിൽ ഡൽഹി സ്ഫോടനം അന്വേഷിക്കുന്നത്. ആ കേസ് NIA ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടി ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് ജമ്മു കശ്മീർ പോലീസാണ്. മാത്രവുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 2 അറസ്റ്റ് ജമ്മു കശ്മീർ പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ എന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുടെ പരിശോധന പോലീസ് നടത്തിയത്. അവിടെ ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഇപ്പോൾ വലിയ അപകടം ഏതായാലും സംഭവിച്ചിരിക്കുന്നു. ഏതായാലും അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് വ്യക്തമല്ല. അക്കാര്യം കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഏതായാലും സർക്കാർ വൃത്തങ്ങളും പോലീസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റ് തരത്തിൽ ഇതൊരു ആക്രമണമാണ് എന്ന നിലയിലേക്കുള്ള നിഗമനത്തിലേക്ക് ഏതായാലും അന്വേഷണ സംഘം എത്തിയിട്ടില്ല. മറിച്ച് പോലീസൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് പരിശോധനയ്ക്കിടെ ഉണ്ടായ ഒരു അപകടം എന്ന നിലയിലാണ് പോലീസ് അതിനെ വിശദീകരിക്കുന്നത്. ശരി രാകേഷ്. ഫരീദാബാദ് മൊഡ്യൂളിൽ അറസ്റ്റിലായ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടിയുമായി ദേശീയ മെഡിക്കൽ കമ്മീഷൻ. ഇവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി NMC UAPA പ്രകാരം കേസെടുത്തതോടെയാണ് നടപടി. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അൽഫല സർവകലാശാലയുടെ ലൈസൻസും റദ്ദാക്കി. കേസിൽ ഡോക്ടർമാർ പദ്ധതിയിട്ടിരുന്നത് 32 വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടന പരമ്പരകൾക്ക് ആണ് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിനുവേണ്ടി 20 ലക്ഷം രൂപ സ്വരൂപിച്ചിരുന്നതായും ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ 3 ഡോക്ടർമാരെ ഹരിയാന പോലീസ് NIAക്ക് കൈമാറി. ഇവരെ ഡൽഹിയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ബീഹാറിലേക്ക് പോകാം. ബീഹാറിൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 18-ാം തീയതി നടന്നേക്കുമെന്നറിയുന്നു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായേക്കും. BJPയിൽ നിന്ന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളാണ് NDAക്ക് ഉള്ളത്. മഹാസഖ്യത്തിന്റെ പ്രകടനം സീറ്റിൽ ഒതുങ്ങി. അതേസമയം തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വലിയ ആഘോഷത്തിലാണ് NDA ഉള്ളത്. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിലും വലിയ വിജയം NDA നേടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് വിജയാഘോഷം, പ്രതികരണങ്ങൾ? അതെ അശ്വതി, ബീഹാറിൽ വലിയ വിജയമാണ് NDA നേടിയിരിക്കുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ ഏതാണ്ട് 50-ലധികം സീറ്റുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് NDA ഒരു ഭരണ തുടർച്ച ഏതായാലും ബീഹാറിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം 243 അംഗ നിയമസഭ, 243 അംഗ നിയമസഭയിൽ BJP NDA 202 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ചരിത്ര നേട്ടം എന്ന് നമുക്ക് പറയാം. കാരണം 206 ഇതുവരെയുള്ള ബീഹാറിലെ ഏറ്റവും മികച്ച NDAയുടെ ഏറ്റവും മികച്ച പ്രകടനം. അത് 2010 തെരഞ്ഞെടുപ്പിലാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനം ഇത്തവണ ഏതായാലും NDAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. 202, 2010 206 ആണെങ്കിൽ ഇപ്പോൾ 202 എന്ന നമ്പറിലേക്ക് NDA എത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു. കാരണം 35 സീറ്റിൽ ഒതുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. കഴിഞ്ഞ തവണ RJDക്ക് മാത്രം 75 സീറ്റ് ഉണ്ടായിരുന്നു. അതിനു മുൻപ് നിതീഷ് കുമാറും RJDയും ചേർന്നുള്ള മഹാസഖ്യമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. അന്ന് 2 പാർട്ടികൾക്കും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. അന്നും ഏതാണ്ട് 150-ന് മുകളിൽ സീറ്റുകൾ സഖ്യം നേടിയിരുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് RJDയെ സംബന്ധിച്ച് സമീപകാലത്തെ മോശം പ്രകടനത്തിലേക്ക് RJDയും പോയിരിക്കുകയാണ്. മറ്റുള്ളവർ 6 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഈ 6 സീറ്റ് സ്വാഭാവികമായും AIMIM എന്ന് പറയുന്ന പാർട്ടിയാണ്. അവർ ഇത്തവണയും സീമാഞ്ചലിൽ അവരുടെ കരുത്ത് കാട്ടിയിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. 5 സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി NDAയുടെ കണക്കുകളിലേക്ക്
കൃത്യമായി പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുന്നതാണ് കാണുന്നത്. കാരണം 89 സീറ്റിൽ BJP വിജയിച്ചിരിക്കുന്നു. 101 സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെ കേവലം 10ൽ താഴെ 12 സീറ്റുകൾ മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. മറിച്ച് 89 സീറ്റുകൾ വിജയിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. JDU 85 സീറ്റാണ് നേടിയെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് JDUവിന്റെ ഒരു തിരിച്ചുവരവാണ് കാണുന്നത്. കാരണം JDU കഴിഞ്ഞ തവണ 43 ആയിരുന്നു, ഇത്തവണ അത് 85 ആക്കുമ്പോൾ 42 സീറ്റുകളുടെ വർധന JDUവിന് ഉണ്ടായിട്ടുണ്ട്. LJP 29 സീറ്റിലാണ് മത്സരിച്ചത്, അവർ 19 സീറ്റിൽ വിജയിക്കുന്നു. HIM 5 സീറ്റിൽ വിജയിക്കുന്നു. RLM 4 സീറ്റിൽ വിജയിക്കുന്നു. അങ്ങനെ NDAയുടെ ഒരു തേരോട്ടം ബീഹാറിൽ കണ്ടിരിക്കുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. എല്ലാ പാർട്ടികളും തകർന്നടിയുന്നതാണ് ഇന്ത്യ സഖ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ RJDക്ക് പോലും നിലനിൽക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ സഖ്യം ആകെ നേടിയത് അവിടെ ഈ 35 സീറ്റുകൾ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 35 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമ്പോൾ അതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ RJD 25 ഒതുങ്ങുന്നു. കോൺഗ്രസ് 61 സീറ്റിൽ മത്സരിക്കുമ്പോൾ 6 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റ് ഉണ്ടായിരുന്നു. CPIML കഴിഞ്ഞ തവണ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിൽ, അവർ 2 സീറ്റിൽ ഒതുങ്ങുന്നു. IIP ഇത്തവണ പുതിയതായി വന്ന പാർട്ടിയാണ്, അവർക്ക് 1 സീറ്റിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. CPM 2ൽ നിന്ന് 1ലേക്ക് ഒതുങ്ങുന്നു. VIP വലിയ പ്രതീക്ഷ വെച്ച ഒരു കക്ഷിയാണ്, പ്രത്യേകിച്ച് മത്സ്യ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട പാർട്ടിയാണ്. അവർ 15 സീറ്റ് നൽകിയാലും ഒറ്റയിടത്തും വിജയിക്കാൻ സാധിച്ചില്ല. CPIക്കും ഇത്തവണ സീറ്റില്ല. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ സാഹചര്യം. ഇനി സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവികമായും സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ചില സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്നലെ BJP ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതിൽ നിതീഷ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നരേന്ദ്രമോദി പ്രശംസിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നിതീഷിന് കീഴിൽ തന്നെ ഭരണത്തിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് BJP എത്തിച്ചേരുന്നു എന്ന് തന്നെ വിലയിരുത്താം. അങ്ങനെയെങ്കിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. നിലവിൽ സാമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രിയായിരുന്നു, ഒപ്പം തന്നെ വിജയ് കുമാർ സിൻഹയും കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അവർ തന്നെയായിരിക്കുമോ അതോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റി പരീക്ഷണത്തിന് BJP തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വലിയ വിമർശനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വോട്ടെണ്ണൽ ആരംഭിച്ച് NDA ലീഡ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെയും SIRനെയും ഒക്കെ തന്നെ വിമർശിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ തുടക്കം മുതലേ ഒട്ടും നീതിയുക്തമായിരുന്നില്ല ബീഹാറിലെ കമ്മീഷന്റെ നടപടികൾ, തെരഞ്ഞെടുപ്പ് നടപടികൾ എന്ന വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വശത്ത് NDA വിജയം ആഘോഷിക്കുന്നു, മറുവശത്ത് ഇന്ത്യ സഖ്യം കടുത്ത വിമർശനം തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പാർട്ടി പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് അജണ്ടകളാണ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आज कांग्रेस मुस्लिम लीगी माओवादी कांग्रेस यानी MMC बन गई है और कांग्रेस का पूरा एजेंडा अब इसी पर चलता है और इसलिए अब कांग्रेस के भीतर भी एक अलग धड़ा पैदा हो रहा है जो इस नेगेटिव पॉलिटिक्स से असहज है। जो कांग्रेस के नामदार हैं, ये जिस रास्ते पर कांग्रेस को लेकर चल रहे हैं, इसके प्रति घोर निराशा, घोर नाराजगी अंदर ही अंदर पनप रही है और मुझे तो आशंका है, हो सकता है कि आगे कांग्रेस का एक और बड़ा विभाजन हो। कांग्रेस के जो सहयोगी दल हैं वो भी समझने लगे हैं कि कांग्रेस अपनी नेगेटिव पॉलिटिक्स में सबको एक साथ डुबो रही है और आपको याद होगा
इसीलिए ही तो मैंने बिहार चुनाव के दौरान भी कहा था कि कांग्रेस के नामदार तालाब में डुबकी लगाकर बिहार चुनाव में खुद डूबने और दूसरों को डुबेने की प्रैक्टिस कर रहे हैं। मैंने पहले भी इसी मंच से कांग्रेस के सहयोगियों को चेताया था। मैंने कहा था कि कांग्रेस एक लायबिलिटी है, कांग्रेस एक ऐसी परजीवी है जो अपने सहयोगियों के वोट बैंक को निगलकर अपनी वापसी करना चाहती है। इसलिए कांग्रेस से सावधान रहने की जरूरत उसके सहयोगियों को भी है। രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ബീഹാറിലെ വലിയ വിജയത്തിന് ശേഷമുള്ള മോദിയുടെ ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ശശി തരൂരിന്റെ പ്രതികരണമൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതുമാണ്. എന്തായാലും നെഗറ്റീവ് പൊളിറ്റിക്സ് മടുത്തവർ ഇനി കോൺഗ്രസ് വിടും എന്നുള്ള മോദിയുടെ ഈ പ്രസംഗം വളരെയധികം ചർച്ചയാകും. ഇനിയും നിരവധി നേതാക്കളുടെ പ്രതികരണങ്ങളടക്കം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ജംഗിൾ രാജ് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നാണ് നരേന്ദ്രമോദി സൂചിപ്പിച്ചത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യം മുതൽ അവസാനം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ആവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ജംഗിൾ രാജ്. 90-കൾ മുതൽ ഏതാണ്ട് 2005 വരെ ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഇത്തരം വിഷയങ്ങൾ, അതായത് നിയമം കയ്യിലെടുക്കുന്ന ക്രമസമാധാനം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുള്ള പ്രചാരണം, അത് ഈ വിജയത്തിന് ശേഷമുള്ള ആഘോഷത്തിലും പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തത്. മറിച്ച് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കൂടി മോദി മറുപടി പറയുകയും ചെയ്തു. അതായത് ഒന്ന്, ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് മോദി ബീഹാറിലെ ജയത്തെ വിശേഷിപ്പിച്ചത്. 2, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ബീഹാറിലെ ജയം എന്ന് മോദി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ജനങ്ങൾ വികസനത്തിനാണ് വോട്ട് ചെയ്തതെന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഇന്ത്യ സഖ്യം സമീപകാലത്ത് ഉന്നയിച്ച വിഷയങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്ന നിലയിലുള്ള പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുകയും ചെയ്തത്. മറുവശത്ത് ഇന്ത്യ സഖ്യം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൽ തന്നെ ബീഹാറിലെ തോൽവിയിൽ വിമർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ തന്നെ ആത്മപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ വിവിധ കക്ഷികൾ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് അഭിഷേക് ബാനർജി അടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസിന് ഏതായാലും BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല, മറിച്ച് മമതാ ബാനർജിക്കാണ് അത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡ് ഉള്ളത് എന്ന പ്രതികരണം തൃണമൂൽ കോൺഗ്രസിന്റെ പല നേതാക്കളും നടത്തുന്നുണ്ട്. കാരണം ബംഗാളിൽ നിരന്തരം BJPയാണ് അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം. അവരുമായി ഏറ്റുമുട്ടിയാണ് മമതാ ബാനർജി വിജയിക്കുന്നത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അവിടെ തൃണമൂൽ കോൺഗ്രസാണ് നേട്ടമുണ്ടാക്കിയത്. അങ്ങനെ BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മമതാ ബാനർജി വരട്ടെ എന്ന തരത്തിലുള്ള ഒരു മുറവിളികൾ ഒരു വശത്ത് ഉയരുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ചൊരു വിജയം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് BJPക്ക് ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പരാജയമാണ് ഉണ്ടായത്. അതായത് ഹരിയാനയിൽ പരാജയപ്പെട്ടു, ഒപ്പം തന്നെ മഹാരാഷ്ട്ര വലിയ പ്രതീക്ഷ വെച്ചിരുന്ന സംസ്ഥാനമാണ്, അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ബീഹാർ കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനിടയിൽ ആശ്വാസമായി മാറുന്ന ജാർഖണ്ഡ് നിലനിർത്താൻ കഴിഞ്ഞു എന്നും മാത്രമാണ്. പക്ഷേ അത് JMM എന്ന് പറയുന്ന ഒരു പ്രാദേശിക കക്ഷിയുടെ ബലത്തിലാണ് അത് സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അസമിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒരു ആത്മപരിശോധന തീർച്ചയായും ഇന്ത്യ സഖ്യം നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിലെ നേതാക്കൾ അടക്കമുള്ളവർ ഏതായാലും കമ്മീഷണർ നടപടിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് കേവലം SIRൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച്
ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമായ സ്ത്രീകൾക്ക് ഏതാണ്ട് 1.25 കോടി സ്ത്രീകൾക്ക് അക്കൗണ്ടിൽ 10,000 രൂപ എത്തുന്ന പദ്ധതി, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് RJDയും കോൺഗ്രസും ഒക്കെ തന്നെ പലപ്പോഴും ചോദ്യം ചെയ്തതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ പണം വിതരണം ചെയ്യാൻ കഴിയും എന്ന ചോദ്യം ഉന്നയിച്ചതാണ്. കമ്മീഷൻ അവർ പരാതി നൽകിയതാണ്. പക്ഷേ കമ്മീഷൻ അതിന് നൽകിയ മറുപടി ഇത് പ്രഖ്യാപിച്ച പദ്ധതിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്, അതുകൊണ്ട് തടയാൻ കഴിയില്ല എന്നൊരു പ്രതികരണം കമ്മീഷന്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രചാരണ കാലത്തൊക്കെ ആ പണം കിട്ടി, ആ പണമാണ് വോട്ടായി മാറിയത്. അത്തരത്തിലുള്ള സ്വാധീനം ചെലുത്തി എന്ന പ്രതികരണം അല്ലെങ്കിൽ വിമർശനം ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്മീഷനെതിരെ ഇത്തരത്തിൽ കടുപ്പിച്ചുള്ള വിമർശനം ഇന്ത്യ സഖ്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ ബീഹാറിലെ എന്തുകൊണ്ട് എൻഡിഎക്ക് ഇത്രയധികം വോട്ടുകൾ ലഭിച്ചു എന്നത് ഒന്ന് പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് പെട്ടെന്ന് മുന്നിലേക്ക് വരുന്നത്? ഏത് രീതിയിലായിരുന്നു അവിടെ എൻഡിഎയുടെ പ്രവർത്തനം? മുൻകാലങ്ങളെ അപേക്ഷിച്ച് NDA ആത്മവിശ്വാസത്തോടു കൂടി ഈ പ്രചാരണത്തിലേക്ക് പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ തർക്കങ്ങൾ കുറവായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ജിതൻ റാം മാഞ്ചിക്ക് സീറ്റ് കുറഞ്ഞു എന്ന പരിഭവം ഉണ്ടായിരുന്നു. ഉപേന്ദ്ര കുശ്വാഹയ്ക്ക് ചിരാഗ് പാസ്വാന് കൂടുതൽ സീറ്റ് നൽകിയെന്ന പരിഭവം ഉണ്ടായിരുന്നു. ചിരാഗ് പാസ്വാൻ എന്തുകൊണ്ട് 29 സീറ്റ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരസ്യമായി BJP പ്രഖ്യാപിക്കത്തിൽ ചില ആശയക്കുഴപ്പമൊക്കെ JDUവിനും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ടീം എന്ന നിലയ്ക്ക് അവരുടെ പ്രചാരണം ഇന്ത്യ സഖ്യത്തിനേക്കാൾ മുന്നിട്ട് നിന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാമതായി അത് തന്നെയാണ് വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ അത്തരമൊരു ടീം വർക്ക് ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധിയാണ് ആദ്യം പ്രചാരണം തുടങ്ങിയത്. വോട്ടറധികാർ യാത്രയൊക്കെ തന്നെ അദ്ദേഹം അവിടെ നടത്തി. പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തുന്നത് ഏറെ വൈകിയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് തന്നെ പരിഭവം ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ചെറിയ മാർജിനിൽ ജയിച്ച പലർക്കും ഇത്തവണ സീറ്റ് കൊടുക്കാതെ വലിയ മാർജിനിൽ തോറ്റവർക്ക് സീറ്റ് കൊടുത്തു. അങ്ങനെ ഇഷ്ടക്കാർക്ക് സംസ്ഥാന നേതൃത്വം അത്തരം പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന പരിഭവം രാഹുൽ ഗാന്ധിക്ക് പോലും ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലാണ് രാഹുൽ ഗാന്ധി, അവസാനത്തെ ഒരാഴ്ച മാത്രമാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തുന്നത്. സഖ്യകക്ഷികൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. അത് ഒരു അനൈക്യത്തിന്റെ സൂചന അവിടെ നൽകുകയും ചെയ്തു. പ്രത്യേകിച്ച് 12 സീറ്റുകളിലാണ്, 12 സീറ്റുകളുടെ വ്യത്യാസമല്ല, വലിയ മാർജിനിൽ തോറ്റു എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാമെങ്കിൽ പോലും പുറമേക്ക് അത് കൊടുത്ത സന്ദേശം ഇന്ത്യ സഖ്യം ഒന്നിച്ചല്ല, മറിച്ച് ഇന്ത്യ സഖ്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്, തർക്കമുണ്ട് എന്ന സന്ദേശമാണ് അവിടെ നൽകിയത്. പിന്നീട് മോദി എന്ന പറയുന്ന നേതാവ് അതിനെ കിടപിടിക്കുന്ന തരത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മോദിക്ക് ഏതായാലും സ്വന്തമായൊരു വോട്ട് ബാങ്ക് ബീഹാറിൽ ഉണ്ട്. പ്രത്യേകിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മോദി അവിടെ ഒരു സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ ഇതിനെല്ലാം ഉപരിയായി നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു പാൻ ബീഹാർ ഇമേജുള്ള നേതാവ്, അത്തരമൊരു നേതാവ് തേജസ്വി യാദവ് യുവാക്കൾക്കിടയിൽ സ്വീകാര്യനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഭാവിയുള്ള നേതാവാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിതീഷ് കുമാറിനൊപ്പം നിൽക്കാനുള്ള ഇല്ല, അല്ലെങ്കിൽ നിതീഷ് കുമാറിനെതിരെ നടത്തിയ പ്രചാരണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുള്ള പ്രചാരണം, അദ്ദേഹത്തെ ടാറ്റ അങ്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുഡ് ബൈ അങ്കിൾ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ സ്വാഭാവികമായും തിരിച്ചടിച്ചിട്ടുണ്ടാകാം എന്ന് വിലയിരുത്താം. മാത്രമല്ല നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് 2005 മുതൽ നേരത്തെ സൂചിപ്പിച്ച ജംഗിൾ രാജിൽ നിന്ന് എങ്ങനെ ബീഹാറിനെ മോചിപ്പിച്ചു എന്നത് സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ പഴയ തലമുറയിലെ വോട്ടർമാർക്ക് എന്തായിരുന്നു ലാലുവിന്റെ കാലത്തെ ഭരണമെന്ന് ഓർമ്മ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ 2005 മുതൽ ഒരു വോട്ട് ബാങ്കിനെ സ്വന്തമായി നിലനിർത്തിയിട്ടുള്ള നേതാവാണ് നിതീഷ് കുമാർ. പ്രത്യേകിച്ച് EBC എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക്, അത് നിതീഷ് കുമാറിന്റെ കാലത്താണ് EBC എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുവരുന്നത്. അവർക്ക് ഏതാണ്ട് 36% വോട്ടുണ്ട്. ഇത് കൂടാതെ ദളിത് വോട്ടുകളുണ്ട്. സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിൽ വലിയ ഈ വിജയം നിർണായകമായി. പസ്വാൻ സമുദായത്തിന് 6% വോട്ടുള്ള പാർട്ടിയാണ്. പസ്വാൻ ചിരാഗ് പാസ്വാനെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ചോദിച്ച സീറ്റുകൾ BJP നൽകുകയും ചെയ്തു. ഇതുകൂടാതെ ഗയ അടക്കമുള്ള മേഖലകളിൽ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി വലിയ നിർണായകമാണ്. അങ്ങനെ അലയൻസ് സ്റ്റിച്ച് ചെയ്യുന്നതിൽ വലിയ വിജയം NDAയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം നിതീഷ് കുമാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, സ്ത്രീ വോട്ടർമാർ എല്ലാ കാലത്തും നിതീഷിന് വോട്ട് ചെയ്യുന്നവരാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന. ആ പൈസ കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തിയവരുണ്ട്. പ്രത്യേകിച്ച് ആടിനെയും പശുവിനെയും വാങ്ങിയവരുണ്ട്. ഒപ്പം തന്നെ തയ്യൽ മെഷീൻ വാങ്ങിയവരുണ്ട്. വഴിയോരങ്ങളിൽ ചെറിയ ചെറിയ കടകൾ തുടങ്ങിയവരുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു ഉപജീവന മാർഗമായി ആ 10,000 രൂപ മാറുകയാണ്. മാത്രമല്ല അത് നല്ല രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ അത് 2 ലക്ഷം വരെ കൊടുക്കും എന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. അത്തരത്തിൽ ചില വാഗ്ദാനങ്ങളും അതുവരെ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനം ഒക്കെ തന്നെ
വോട്ടായി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെ വീണ്ടും തെരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ 200 കടത്തിയുള്ള എൻഡിഎയുടെ പ്രകടനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. ബീഹാറിലെ കനത്ത പരാജയത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കണം. തന്നെ പ്രചരണത്തിന് ക്ഷണിച്ചിരുന്നില്ല. പ്രചരണത്തിൽ നേരിട്ട് പങ്കാളിയായവർ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തരൂർ പറഞ്ഞു. I'm sure that the party has a responsibility to study in detail the causes. But remember, we were not the senior partner in the alliance, and that RJD also has to look carefully at its own performance. But I will say that on a matter like this, it's very important that we look at the totality of our performance. You know, elections are about a number of factors. There is, of course, the popular mood, there is the question of organizational strengths and weaknesses, there is the question of the messaging, a lot of issues which will have to be looked at and to see what went right, what went wrong. ശശി തരൂരിന്റെ പ്രതികരണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് 2 ദിവസത്തെ സാവകാശം എ പത്മകുമാർ തേടിയിരുന്നു. സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ അന്വേഷണ സംഘം നോട്ടീസ് നൽകും. കേസിൽ അറസ്റ്റിലായ എൻ വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല. വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. എഫ്ഐആർ, അനുബന്ധ മൊഴികൾ എന്നിവയുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടാണ് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചത്. കേസെടുക്കുന്നതിന് മുന്നോടിയായാണ് എഫ്ഐആറുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യമുന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുമെന്ന് ഇഡി വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവരങ്ങൾ തേടി നേരത്തെ റാന്നി കോടതിയെയും ഇഡി സമീപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഹർജി റാന്നി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ റാന്നി കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. റാന്നി കോടതിയുടെ നടപടി ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇഡിയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റിന് വിലക്ക്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നുമാണ് ജയശ്രീയുടെ വിശദീകരണം. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 വിരമിക്കുന്നതുവരെ തിരുവാഭരണ കമ്മീഷണറായി പ്രവർത്തിച്ചു. ന്യൂസ് 18 കൊച്ചി. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഇന്ന് ചുമതലയേൽക്കുകയാണ്. മുൻ മന്ത്രി കെ രാജു ബോർഡ് അംഗമായും ചുമതല ഏറ്റെടുക്കും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ 11:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. PS പ്രശാന്ത് അധ്യക്ഷനായ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. നാളെ ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം വിജയകരമായി നടത്തുകയാണ് ബോർഡിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കാസർഗോഡ് എരിക്കുളം വലിയ പാറയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങളുടെ എണ്ണം 200 കവിഞ്ഞു. മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളം വലിയ പാറയിലെ ശിലാചിത്രമായ തോരണം അന്വേഷിച്ചെത്തിയ ഗവേഷകരാണ് പുൽമേടുകൾക്കിടയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങൾ കണ്ടെത്തിയത്. സമീപത്തായി മനുഷ്യന്റെ മുഖത്തിനോട് സാദൃശ്യമുള്ള അവ്യക്തമായ രൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്
പ്രാദേശിക പുരാവസ്തു ഗവേഷകൻ സതീശൻ കാളിയാനം, ബറോഡ സർവകലാശാലയിലെ പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിൽ പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 12,000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എരിക്കുളത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ പുൽമേടുകൾ നിറഞ്ഞ വിശാലമായ വലിയ പാറയിൽ ഇരതേടി പറന്നിറങ്ങുന്ന പരുന്തിന്റെയും പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. മരച്ചില്ലയിൽ പറന്നിറങ്ങുന്ന രീതിയിൽ ഒരു കാൽ പുറത്തേക്ക് നീട്ടിയാണ് പരുന്തിന്റെ ചിത്രം. നീലേശ്വരം ആലിൻകീഴിലെ പാമ്പുകുത്തിപ്പാറയിലെ ശിലാചിത്രത്തിന് സർപ്പരൂപത്തോടാണ് സാമ്യം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ വലിയ പാറയിൽ മുമ്പ് തന്നെ തോരണം കൊണ്ട് പ്രസിദ്ധമായൊരു റോക്കാട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു പരുന്തിൻ്റെ രൂപവും ഒരു പാമ്പിൻ്റെ രൂപവും ദൃശ്യമായത്. മുൻകാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ വിശ്രമം ചെലവഴിക്കുമ്പോൾ ഇവിടെ വന്നിറങ്ങുന്ന പരുന്തിനെയും പാമ്പിനെയും കണ്ടിട്ട് ആ രൂപം കൊത്തിയെടുത്തതായിരിക്കുവാനാണ് സാധ്യത. അല്ല, മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കിയവയാണ് ഈ രൂപങ്ങൾ. പിന്നെ ഈ പാറ വളരെയധികം ഹാർഡാണ്. അതുകൊണ്ട് മാത്രം നമുക്കറിയാം ഇവിടെ മാത്രമാണ് പുല്ല് വളരാത്തത്, ബാക്കിയെല്ലാം പുൽമേടാണുള്ളത്. ഈ ഒരു പ്രദേശം വെച്ച് ബാക്കി എല്ലായിടത്തും ചുറ്റുവട്ടത്തും പുല്ലുകളുണ്ടെങ്കിലും ഇവിടെ പുല്ലുമാറ വരാതിരിക്കാൻ വേണ്ടി അത്രമാത്രം ഹാർഡായ ഒരു പാറയിലാണ് ഇവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പുതിയ കണ്ടെത്തലുകളോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. നിർമ്മാണം പൂർത്തിയായ കാസർഗോഡ് 1-ാം റീച്ചിലെ ടോൾ പ്ലാസയിൽ യൂസർ ഫീസ് ഏർപ്പെടുത്തി ദേശീയപാത അതോറിറ്റി. സമരസമിതിയുടെ അപ്പീൽ ഹർജിയിൽ വിധി വരാനിരിക്കെയാണ് നടപടി. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ കുമ്പളയിലാണ് ടോൾ പ്ലാസ നിലവിൽ വന്നത്. നിർമ്മാണം പൂർത്തിയായ ദേശീയപാത 66-ലെ കുമ്പള ടോൾ പ്ലാസയിലാണ് യൂസർ ഫീസ് ഈടാക്കുന്നത്. കേന്ദ്ര ഗതാഗത ദേശീയപാത മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ചാണ് നടപടി. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച പത്രങ്ങളിൽ NHI പരസ്യം നൽകിയിരുന്നു. തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 39 കിലോമീറ്ററിനാണ് ഫീസ് ബാധകമാകുന്നത്. കുമ്പള ടൗണിനോട് ചേർന്നുള്ള ഭാഗത്താണ് ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. ടോൾ പ്ലാസയ്ക്കെതിരെ സമരസമിതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയിൽ വിധി വരാനിരിക്കെയാണ് നടപടി. കോടതി വിധി അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ടോൾ പിരിവ് തുടങ്ങാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 40 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 2 ടോൾ പ്ലാസകൾക്ക് ഫീസ് നൽകേണ്ടി വരുന്നു എന്നതാണ് സമരസമിതിയുടെ പ്രധാന ആക്ഷേപം. ഇത് നിയമലംഘനമാണെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ടോൾ പ്ലാസയ്ക്കെതിരെ ജനകീയ സമരം ശക്തമാണ്. കാർ, ജീപ്പ്, വാൻ എന്നിവയ്ക്ക് ഒറ്റയാത്രയ്ക്ക് 85 രൂപയും മാസപാസിന് 2890 രൂപയുമാണ് നിരക്ക്. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒറ്റയാത്രയ്ക്ക് 295 രൂപയും മാസപാസിന് 9790 രൂപയുമാണ് നിരക്ക്. 24 മണിക്കൂറിനകം തിരിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ നിരക്കിൽ 50% ഇളവ് ലഭിക്കും. ടോൾ പ്ലാസയിൽ നിന്ന് 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാണിജ്യേതര വാഹന ഉടമകൾക്ക് പ്രതിമാസം 340 അടച്ച് പാസ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. നിരക്കുകൾക്ക് പുറമെ യാത്രക്കാർക്ക് വിവിധ ഇളവുകളും ദേശീയപാത അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനകം തിരിച്ചു പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ നിരക്കിൽ 50% ഇളവ് ലഭിക്കും. മാസപാസ് എടുക്കുന്ന വാഹനങ്ങൾക്ക് 50 യാത്രകൾക്ക് 33% ഇളവും അനുവദിച്ചിട്ടുണ്ട്. ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നാഷണൽ പെർമിറ്റ് ഇല്ലാത്ത വ്യാവസായിക വാഹനങ്ങൾക്ക് 50% ഇളവ് ലഭിക്കും. ന്യൂസ് 18 കാസർഗോഡ്. കരൾ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുന്ന കാസർഗോഡ് തൃക്കരിപ്പൂരിലെ പ്രമോദിനായി ചായ ചലഞ്ച് ഏറ്റെടുത്ത നാട്ടുകാർ. ആശുപത്രിയിലെ ഭീമമായ ചികിത്സാ ചെലവ് കണ്ടെത്താൻ കൂട്ടായ പരിശ്രമമാണ് ചികിത്സാ സഹായ കമ്മിറ്റി നടത്തുന്നത്. സന്നദ്ധ പ്രവർത്തകനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ തൃക്കരിപ്പൂർ ഒളവറ കുറ്റിച്ചയിലെ പ്രമോദിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സ്വരൂപണത്തിനുള്ള പരിശ്രമത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി. ഇതിന്റെ ഭാഗമായാണ് തെക്കുംപാടെ മധുവിന്റെ ഹോട്ടലിൽ ചായ ചലഞ്ച് സംഘടിപ്പിച്ചത്. ഒരു ചായ കൂടുതൽ സ്നേഹത്തോടെ എന്ന സന്ദേശമുയർത്തിയാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട ഉദ്യമത്തിന് തുടക്കമിട്ടത്. ഹോട്ടലിലെത്തുന്നവർക്ക് ചായയും പലഹാരങ്ങളും കഴിച്ച ശേഷം അവർക്ക് ഇഷ്ടമുള്ള തുക നൽകി ചികിത്സാ സഹായ കമ്മിറ്റിയുമായി സഹകരിക്കാം. ലഭ്യമാകുന്ന ഓരോ രൂപയും പ്രമോദിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്ന ഒന്നായി മാറുമെന്ന തിരിച്ചറിവാണ് ഈ സംരംഭത്തിന് കരുത്തേകുന്നത്.
ചലഞ്ചിന് നാട്ടുകാരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഒരു സാധാരണ ഹോട്ടൽ കൗണ്ടറിന് മുന്നിൽ ഒരു നാടിന്റെ മുഴുവൻ ഐക്യവും സ്നേഹവും പ്രകടമാക്കുകയായിരുന്നു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ VPV ഷുഹൈബ്, വർക്കിംഗ് ചെയർമാൻ TV വിനോദ് കുമാർ, കൺവീനർ പ്രസാദ് P, കോർഡിനേറ്റർ ഖലീഫ ഉദിനൂർ, വൈസ് ചെയർമാൻ KP കമലാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ക്ലാസ് മുറികളിൽ ഒതുങ്ങുന്ന വിദ്യാഭ്യാസത്തിനപ്പുറം മണ്ണിൽ പൊന്നു വിളയിക്കാൻ പാടത്തിറങ്ങി വിദ്യാർത്ഥികൾ. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റാണ് നെൽകൃഷിക്ക് തുടക്കമിട്ടത്. യുവതലമുറയ്ക്ക് കാർഷിക സംസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞാറ്റടികളുമായി പാടത്തിറങ്ങിയത്. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവ്വമായി ഞാറ് നട്ടു. മേപ്പാടം പാടശേഖര സമിതിയുടെ സഹകരണത്തോടെ 3/4 ഏക്കർ പാടത്തിലാണ് 53 NSS യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് കൃഷി ഇറക്കിയത്. നിങ്ങൾക്ക് ഈ കൃഷിയുമായി എന്താണ് ഞാറ് നടാൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ബോധം മനസ്സിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ NSSന്റെ ഈ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ രാജീവ് മാഷും അതുപോലെ അജിത ടീച്ചറും നിങ്ങളെ കൂട്ടി ഇവിടെ ആനക്കര പാടശേഖര സമിതിയുടെ മേപ്പാടം പാടശേഖര സമിതിയുടെ അടുത്തെത്തി. കാർഷിക മേഖലയെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും ആനക്കര കൃഷി ഓഫീസർ PM രമ്യശ്രീ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക കൃഷി പരിചയം നൽകുന്നതിനോടൊപ്പം ജൈവരീതികളിലൂടെ മണ്ണിനും പ്രകൃതിക്കും പുതുജീവൻ പകർന്നു നൽകുകയാണ് കുട്ടിക്കൂട്ടത്തിന്റെ ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്. നാടിന് ഐശ്വര്യം ചൊരിയാൻ തെയ്യം വീതുകുന്ന് കയറി. കാസർഗോഡ് പിലിക്കോട് രൈരമംഗലം വടക്കേൻ വാതുക്കൽ കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യം കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലെത്തി ഭക്തരെ അനുഗ്രഹിക്കുന്നത്. പിലിക്കോട് രായരമംഗലം വടക്കേവാതിൽ വീതുകുന്നം വിഷ്ണുമൂർത്തി ക്ഷേത്രം ഒറ്റക്കോല മഹോത്സവത്തിനാണ് തെയ്യം കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത്. പീലിക്കോട് ഗ്രാമത്തിന്റെ അധിപതിയായ രായരമംഗലം ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രധാന ഉപക്ഷേത്രമാണ് ചരിത്രപ്രസിദ്ധമായ വീതുകുന്ന് ക്ഷേത്രം. വടക്കേൻ വാതുക്കലിൽ നിന്നും മേലേരി കയ്യേറ്റ് അഗ്നിസ്നാനം നടത്തിയ ശേഷം തെയ്യം പരിവാര സമേതമാണ് വീതുകുന്നിൽ എത്തുന്നത്. തെയ്യം കുന്ന് കയറിയപ്പോൾ ഭക്തജനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. പീലിക്കോടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ആയിരങ്ങൾ ആർപ്പു വിളിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി. 6000-ഓളം പേർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 പീലിക്കോട്. കണ്ണൂർ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവം 16 മുതൽ 30 വരെ ആഘോഷിക്കും. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിക്കും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AV മാധവ പൊതുവാൾ അധ്യക്ഷനായിരിക്കും. ചലച്ചിത്രതാരം M മുകേഷ് MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ ഗോകുലം ഗോപാലൻ, കണ്ണൊത്ത് വേണുഗോപാലൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഈ എല്ലാ ദിവസങ്ങളിലും ഇടുക്കിയിൽ നിന്ന് ചുരമിറങ്ങി തമിഴ്നാടൻ കാഴ്ചകൾ ആസ്വദിച്ചൊരു യാത്ര. ഇടുക്കിയിലെ ഏറ്റവും മനോഹര ചുരം പാതയായ ബോഡിമെട്ട് ബോഡിപ്പാതയിലെ യാത്രാവിശേഷങ്ങളാണ് ഇനി. സഹ്യനെ ചുറ്റിവരിഞ്ഞ് തമിഴ്നാടൻ കാർഷിക സമൃദ്ധിയിലേക്ക് കുതിക്കുന്ന പാത. ബോഡിമെട്ട് മലമുകൾ മുതൽ താഴ്വാരം വരെ 17 ഹെയർപിൻ വളവുകളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ചുരം പാതയിലുള്ളത്. ഇടുക്കിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള മറ്റ് ചുരം പാതകളെ അപേക്ഷിച്ച് ഏറെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പുലർച്ചെ കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന താഴ്വാരം, കിലോമീറ്ററുകൾ നീളത്തിൽ മലനിരകളെ ചുറ്റി കടന്നു പോകുന്ന റോഡ്, ചെങ്കുത്തായ പർവ്വതങ്ങൾ, മഴക്കാലത്ത് കൂടുതൽ കാഴ്ചകൾ പകർന്ന് വിരുന്നെത്തുന്ന 2 വെള്ളച്ചാട്ടങ്ങൾ. അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ഈ യാത്രയിൽ. ബോഡിമെട്ടിലെ ഈ സ്ഥലങ്ങൾ, ഈ ഏരിയ രാജാവിൻ്റെ കാലത്ത് തമിഴ്നാട്ടിലുള്ള ഒരു ആർക്കോ രാജാവ് പതിച്ചു കൊടുത്തതാണ്. അപ്പം തമിഴ്നാട്ടിലെ ആൾക്കാരായിരുന്നു ഇവിടെ
അക്കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. അവർ ഈ ബോഡിമെട്ട് ഏരിയയിലെ ഏലത്തോട്ടമൊക്കെ നോക്കാൻ വേണ്ടി അക്കാലത്തും ഏലത്തോട്ടം ഉണ്ടായിരുന്നു. ഏലത്തോട്ടം നോക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ട് വരുമ്പം അവർ കുതിരപ്പുറത്ത് വരും. ആ സമയത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തി എന്നവരെ താഴേക്ക് മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ റൈറ്റ് സൈഡിലൊരു ഈ മലയുടെ മുകളിൽ ഒരു ലൈറ്റ് തെളിച്ച് കൊടുക്കും. ആ ലൈറ്റ് തെളിക്കുമ്പോൾ താഴെയുള്ളവർക്ക്, അതായത് ഇവരുടെ വീട്ടുകാർക്കറിയാം അവർ സേഫായിട്ട് ഇവിടെ എത്തി എന്നുള്ളത്. 1900 കാലഘട്ടം മുതലുള്ള ചരിത്രം പറയാനുണ്ട് ബോഡിമെട്ട് ചുരത്തിന്. ഇടുക്കിയിൽ നിന്നും ഏലവും തേയിലയും കുരുമുളകും അടക്കമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ തമിഴ്നാട്ടിലെ വ്യാപാര കേന്ദ്രത്തിലേക്ക് എത്തിക്കാനായിരുന്നു പാത തുറന്നത്. മൂന്നാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയില കൃഷി ആരംഭിച്ചതോടെ നടപ്പാത കാളവണ്ടി യാത്രയ്ക്കായി വിപുലീകരിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് അരിയും പലവ്യഞ്ജനവും ചുരം കയറി മലമുകളിലെത്തി. കാളവണ്ടി യുഗവും കുതിരക്കുളമ്പടിയും പിന്നിട്ട് മോട്ടോർ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാതയായി നവീകരിച്ചതോടെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഗതാഗതവും ഇതുവഴി വർദ്ധിച്ചു. 1963 നവീകരിച്ച ശേഷം 2023-24 വർഷത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ 15 മീറ്റർ വീതിയിൽ പുനർനിർമ്മിച്ചു. തിരുവിതാംകൂർ പൂഞ്ഞാർ രാജഭരണ കാലഘട്ടത്തിലെ ചുങ്കം പിരിവ് മുതലുള്ള ചരിത്രമുണ്ട് ഈ പാതയ്ക്ക്. രാജമുദ്ര പതിപ്പിച്ച കെട്ടിടങ്ങൾ ഇന്നും ബോഡിമെട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പഴയകാല വാണിജ്യപാതയ്ക്ക് ഇന്ന് വിനോദസഞ്ചാരത്തിലാണ് പ്രൗഢി കൂടുതൽ. മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി തേയില ചെരുവുകളും ഏലമലകളും പിന്നിട്ട് ആനയിറങ്കലും കണ്ട് ചുരമിറങ്ങിയാൽ സ്വന്തമാകുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പാണ്. ന്യൂസ് 18 ഇടുക്കി. രക്ഷാധികാരി ബൈജു എന്ന സിനിമയിലെ ബിജു മേനന്റെ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്ത് പകരുന്ന ആ കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചേറ്റിയതാണ്. അതുപോലെ ഒരു രക്ഷാധികാരിയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. രണ്ടര പതിറ്റാണ്ട് മുൻപാണ് തൃശൂർ പട്ടിക്കാട് ചെമ്പൂത്ര സ്വദേശി സജി MC-യും വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളും ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. ക്ലബ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. പിന്നീട് ചെറിയ ടൂർണമെന്റുകളിൽ അവർ പങ്കെടുത്തു തുടങ്ങി. പല കളികളിലും കപ്പുയർത്തി. പതിയെ ഒപ്പമുണ്ടായിരുന്ന പലരും പാതിവഴിയിൽ കൊഴിഞ്ഞുപോയി. പക്ഷേ ഒറ്റയ്ക്കൊരു നാടിന്റെ കായിക സ്വപ്നങ്ങൾ ചുമലിലേറ്റി രക്ഷാധികാരി സജി. യുവദർശൻ ചെമ്പൂത്ര എന്ന പേരിൽ ഒരു ക്ലബ്ബ് തന്നെയുണ്ട് ഇപ്പോൾ സജിക്കും കുട്ടികൾക്കും. നമുക്കൊരു 5 ഇതിലുള്ള ടീമുകളുണ്ട്. വെറ്ററൻസിൻ്റെ ടീമുണ്ട്, പിന്നെ 30 വയസ്സിന് മുകളിലുള്ള ഒരു 40-നും 30-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, പിന്നെ 30-നും 20-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 20-നും 15-നും ഇടയ്ക്കുള്ള ടീമുണ്ട്, 15-നും 10-നും ഇടയ്ക്കുള്ള ടീമുണ്ട്. ഒരു 5 കാറ്റഗറിയിലുള്ള ടീമുകൾ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ക്ലബിലുണ്ട്. എല്ലാ മാച്ചും നമ്മൾ പോവാറുണ്ട്. ഏജിൻ്റെ കളികളും എല്ലാ കളികളും നമ്മൾ ഈ കുട്ടികളെയും വെച്ച് പോവാറുണ്ട്. യുവദർശൻ ചെമ്പൂത്ര കപ്പുയർത്താത്ത ടൂർണമെന്റുകൾ തൃശൂരിൽ ഇന്ന് അപൂർവമാണ്. കപ്പ് വെക്കാനോ ക്ലബിന്റെ പ്രവർത്തനത്തിനോ ഇടമില്ലാതായതോടെ തന്റെ കുഞ്ഞു വീടിന്റെ ഒരു മുറി തന്നെ സജി വിട്ടു നൽകി. എണ്ണിയാലൊടുങ്ങാത്ത ട്രോഫികൾ ആ മുറിക്കകവും നിറച്ചു കഴിഞ്ഞു. സജി തന്റെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് ടീമിനെ കളിക്കിറക്കുന്നത്. സ്വന്തം പണം മുടക്കി ഇതിനോടകം പല തലമുറകളെ കളിക്കളത്തിലെത്തിച്ചു. അവർ കപ്പുയർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് തന്റെ സമ്പാദ്യമെന്ന് സജി പറയുന്നു. പട്ടിക്കാട്ടെ യുവാക്കൾക്ക് അക്ഷരാർത്ഥത്തിൽ സജി രക്ഷാധികാരി തന്നെയാണ്. ആളാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ആള് നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ആളുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആളുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ആളുള്ളതുകൊണ്ട് നമ്മൾ പേടിക്കാണ്ട് നമ്മൾ എല്ലായിടത്തും കൂടെ പോകും. കളിക്കാനായാലും വേറെ എന്ത് കാര്യത്തിനായാലും. ക്ലബിന് സ്വന്തമായി ഒരു കെട്ടിടം കണ്ടെത്തി പ്രവർത്തനം തുടങ്ങണമെന്നതാണ് യുവദർശൻ ചെമ്പൂത്തറയുടെ ആഗ്രഹം. ന്യൂസ് 18 തൃശൂർ. ഇടവേള.
കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ൽ കലഹം. സീറ്റ് വിഭജനത്തിൽ മുസ്ലിം ലീഗുമായി ധാരണയിലെത്താത്തതാണ് കാരണം. ഇന്നത്തെ UDF യോഗത്തിൽ ലീഗ് പങ്കെടുക്കില്ല. സീറ്റ് ചർച്ചയുമായി സഹകരിക്കേണ്ട എന്നാണ് നിലപാട്. കെ സുധാകരൻ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല. വാരം, വെത്തിലപ്പള്ളി ഡിവിഷനുകൾ ലഭിക്കാതെ സഹകരിക്കാനാകില്ല എന്നാണ് ലീഗിന്റെ തീരുമാനം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 3 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. കുറുമത്തൂർ വാർഡിൽ A. പ്രദീപൻ, കോളയാട് സിജ രാജീവൻ, മാട്ടൂലിൽ അബ്ദുൾ നിസാർ വായ്പറമ്പ് എന്നിവരാണ് മത്സരിക്കുന്നത്. കണ്ണൂരിൽ പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ ശേഷം വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ മാറ്റി CPM. ആന്തൂർ നഗരസഭ 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ജബ്ബാർ ഇബ്രാഹിമിനെയാണ് മാറ്റിയത്. സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതെ വന്നതോടെയാണ് പാർട്ടിക്ക് ജബ്ബാർ ഇബ്രാഹിമിനെ ഒഴിവാക്കേണ്ടി വന്നത്. പകരക്കാരനായി TV പ്രേമരാജാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് BJP പ്രവർത്തകർ CPM-ലേക്ക്. കോൺഗ്രസ് നേതാക്കളായ വണ്ടക്കൽ അജി, സുധീഷ്, BJP പ്രവർത്തകൻ ഷിബു എന്നിവരാണ് CPM-ൽ ചേർന്നത്. MLA G. സ്റ്റീഫൻ പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ CPM നേതാക്കളായ ജയചന്ദ്രൻ, MA കാസിം, ഷിനു രാജപ്പൻ, ഷാജി മോതിരപ്പള്ളി, ധനേഷ്, മുരുകൻ, രതീഷ്, നിഷാന്ത് എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നോട് ഇടഞ്ഞ NCP. സീറ്റുകൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തനിച്ച് മത്സരിക്കാനാണ് തീരുമാനം. LDF പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും NCP ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുന്നണി മര്യാദ അട്ടിമറിച്ച് CPM നേതൃത്വം സീറ്റുകൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ NCP കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് ചേർന്ന പാർട്ടി ജില്ലാ ഭാരവാഹികളുടെ അടിയന്തര യോഗത്തിലാണ് തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറിവോടെയാണ് കടുത്ത നടപടിയിലേക്ക് നേതൃത്വം കടന്നത്. ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച ബേക്കൽ ഡിവിഷനിലും പിലിക്കോട് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും മംഗൽപാടി, കുമ്പള, എൺമകജെ, മുളിയാർ, കാറടുക്ക, പിലിക്കോട്, ചെറുപത്തൂർ, കോടോമ്പേളൂർ, കിനാനൂർ, കരിന്തളം, പനത്തടി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണം എന്നാണ് ജില്ലാ കമ്മിറ്റി പൊതുവായി ഉയർന്നു വരുന്ന. ഇന്നിപ്പോ നമ്മുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗമാണ് നടക്കുന്നത്. നഗരസഭയിൽ 4 വാർഡുകളിൽ മത്സരിക്കണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കിളിക്കോട് ഡിവിഷൻ അവിടെയും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ പിലിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും മത്സരിക്കണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന LDF ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടതും മുമ്പ് ധാരണയിലെത്തിയതുമായ സീറ്റുകൾ പോലും തരാൻ കഴിയില്ലെന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്ന് പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. ഇടതുമുന്നണി തോൽക്കുന്ന സീറ്റുകൾ പോലും വിട്ടുതരില്ലെന്ന നിഷേധാത്മകമായ നിലപാടാണ് മുന്നണി യോഗത്തിൽ എടുത്തതെന്നാണ് ആരോപണം. ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ LDF പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. UDF-ന്റെ കോട്ടയായ ജില്ലാ പഞ്ചായത്ത് നാദാപുരം ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ CPM നിയോഗിച്ചിരിക്കുന്നത് SFI കേന്ദ്ര കമ്മിറ്റി അംഗമായ PP താജുദ്ദീനെയാണ്. ലീഗ് നേതാക്കളുടെ നിയന്ത്രണത്തിലുള്ള കോളേജിൽ ആരംഭിച്ച പോരാട്ടം ലീഗ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് വലിയ അവസരം നൽകിയിരിക്കുന്നു. നമുക്കൊപ്പമുള്ളത് താജുദ്ദീനാണ്. SFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. വലിയൊരു ഉത്തരവാദിത്തമാണ് വളരെ ചെറിയ സമയത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ തന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അതെ, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടി ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് പൊതു പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഓരോ ചുമതലയാണ് പാർട്ടി കമ്മിറ്റികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. വലിയൊരു ഉത്തരവാദിത്തമായി ഈ ചെറിയ പ്രായത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് നാദാപുരം ഡിവിഷനിലാണ് ഇത്തവണ ജനവിധി തേടുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് എന്തായാലും തന്നെയായാലും. ഈ നാദാപുരം ലീഗിന്റെ സീറ്റാണ്, കാര്യമായ ഭൂരിപക്ഷമുള്ള സീറ്റാണ്. അവിടെ ഒരു പോരാടി ജയിക്കാൻ തന്നെയാണ് പാർട്ടി വിടുന്നത്. അതെ, അത് എന്റെ പ്രായവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും എല്ലാം അതിനൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, ഞങ്ങൾക്ക് എല്ലാ നിലയിലും ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നവംബർ 1 പ്രഖ്യാപനം ഉൾപ്പെടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുവിൽ എല്ലാ ആളുകൾക്കും ഇടതുപക്ഷത്തെ സ്വീകരിക്കാനും ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ
വലിയ ഭൂരിപക്ഷത്തിൽ വോട്ട് നൽകി ജയിപ്പിക്കാനുള്ള ഒരു പൊതുവായ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ട്. നാദാപുരം ഡിവിഷനിലും ഞങ്ങൾ ആ പ്രതീക്ഷ തന്നെയാണ് പാർട്ടിയും മുന്നണിയും എല്ലാം പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യ തെരഞ്ഞെടുപ്പാണ്. നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി സിൻഡിക്കേറ്റിലും സെനറ്റിലുമെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചു വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പാണ്. അതിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. എങ്ങനെയാണ് ഈ കോട്ട പൊളിക്കാൻ ഉള്ള സ്ട്രാറ്റജി എന്താണ്? അത് കുറച്ച് നാളുകളായി അവർക്കൊരു മേധാവിത്വമുള്ള സ്ഥലമാണല്ലോ, പാർട്ടി അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ നിയോഗിച്ചിരിക്കുന്നത് ആ കോട്ട പൊളിച്ച് കയറുക എന്ന? അത് നേരത്തെ ഞാൻ എന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് നാദാപുരത്ത് വെച്ചാണ്. അപ്പോൾ നാദാപുരത്തെ അവിടുത്തെ ഒരു മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് മത്സരിച്ചു. അത് വിജയിക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഉള്ള SFIയുടെ നാദാപുരം ഏരിയ സെക്രട്ടറിയായും പിന്നീട് ജില്ലാ ലീഡർഷിപ്പിലേക്കും സംസ്ഥാന ലീഡർഷിപ്പിലേക്കും എല്ലാം പോകാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത് നാദാപുരത്ത് പ്രവർത്തിച്ച ഒരു സംഘടനാ പ്രവർത്തനമാണ്. അപ്പം അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേന്ദ്രീകരിച്ച് ഇടപെട്ട ഒരു മേഖല എന്നുള്ള നിലയിൽ വിജയിച്ചു വരാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ആ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നാദാപുരത്ത് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോഴും കോളേജിൽ പഠിച്ച സംഘടനാ തെരഞ്ഞെടുപ്പിലും എല്ലാം ആ ഒരു ആത്മവിശ്വാസമാണ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കോട്ട എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ നാദാപുരത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഈ സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷത്തുള്ളപ്പോഴാണ് യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ കൂടുതൽ സമരവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ പറ്റുക. പക്ഷേ നിങ്ങളുടെ സർക്കാരാണ് കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് പോരാട്ടങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഗവർണർക്കെതിരായ സമരവും ഇപ്പോഴും ഞങ്ങൾ സമരമുഖത്താണ്. ഞങ്ങൾ അങ്ങനെ ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ നോക്കി ഭരണവിലാസം നോക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ സഭ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ സമരമാണ് കേരള VCക്കെതിരെ നടക്കുന്നത്. ഇവിടെ കോഴിക്കോടും വലിയ സമര കേന്ദ്രമായി നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അത് ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കാലയളവിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി ചില താൽക്കാലിക വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കെല്ലാം എതിരായി ശക്തമായ പ്രതിഷേധ രംഗത്ത് തന്നെയാണ് SFI. പ്രതിഷേധ സമരങ്ങൾ അതിനിടയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ സമര ചോർച്ചയൊന്നും നമുക്കില്ല, നല്ല സമരം തന്നെ ഇതിനിടയിൽ നടത്തുന്നുണ്ട്. നല്ല രൂപത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നതും നല്ല നിലയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ആധിപത്യമുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിലാണ് ഭരണം കഴിഞ്ഞ തവണ നടത്തിയിരുന്നത്. അപ്പം ഇത്തവണയും കാര്യങ്ങളിലൊന്നും ഒരു മാറ്റവും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാൻ സാധ്യതയില്ല. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഇത്തവണ UDFന്റെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പങ്കുവച്ചത്. അത് ആ നിലയിൽ സിറ്റിംഗ് സീറ്റ് എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സീറ്റുകൾ വർദ്ധിപ്പിച്ച് നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനത്തിനും എല്ലാം കോഴിക്കോട് ജില്ലയിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ളതാണ്. എന്തായാലും കോഴിക്കോട്ടെ SFIയുടെ സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു താജുദ്ദീൻ. ലീഗ് കോട്ടയിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നത്. വലിയ പോരാട്ടത്തിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് നാദാപുരത്തേക്ക് പോകുമ്പോൾ താജുദ്ദീനുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആറന്മുള മുൻ MLA KC രാജഗോപാലും പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലാണ് CPMന്റെ ജില്ലയിലെ മുതിർന്ന നേതാവായ KCR മത്സരിക്കുന്നത്. പത്തനംതിട്ട മെഴുവേലിൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് LDFന് ഭരണം നഷ്ടമായത്. ഇത്തവണ LDFനെ അധികാരത്തിലെത്തിക്കുക എന്ന ദൗത്യമാണ് KC രാജഗോപാൽ ഏറ്റെടുത്തിരിക്കുന്നത്. സ്ഥാനമാനം ഒരു പ്രശ്നമല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ കഴിവ് എന്ത് ചെയ്യാവോ അത് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ ഈ ജില്ലാ സെക്രട്ടറി മെമ്പറായിരിക്കുമ്പോൾ MLA ആയിരിക്കുന്ന സമയത്ത് പോലും ഒരു പിന്നെ നമ്മുടെ സഹായം ഏത് വിധത്തിൽ ചെയ്യണോ ആ വിധത്തിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിലെല്ലാം VS എന്ന പ്രിയപ്പെട്ട നേതാവിന്റെ ചിത്രവും ഒപ്പമുണ്ട്. മുൻപും മെഴുവേലിൽ പഞ്ചായത്തിൽ KCR മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് KCRന്റെ ആത്മവിശ്വാസം. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞയാൾ 25-കാരി അഞ്ജനയാണ്. രാവിലെ പത്രവിതരണവും പാൽ വിതരണവും നടത്തുന്ന അഞ്ജന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ്. വൈകിട്ട് കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരുടെ പോരാട്ടം മാത്രമല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കഴിവും കാര്യപ്രാപ്തിയുമുള്ള യുവതലമുറയിലെ പോരാളികൾ കൂടിയാണ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്.
കോഴിക്കോട് കോർപ്പറേഷൻ എടക്കാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു യുവ സാരഥിയാണ്. അവർക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. രാവിലെ പത്രം വിതരണം ചെയ്യും, പാൽ വിതരണം ചെയ്യും, കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കും, ഒപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഇല്ലേ, നമുക്ക് എന്തായാലും അഞ്ജനയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ ഒരു പിൻബലം ഉണ്ടായിരുന്നോ? രാഷ്ട്രീയ പിൻബലം ഇല്ല, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ബലം. എങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് എത്താനുള്ള സാധ്യത? ഇവരുടെ ആശയങ്ങൾ, കോൺഗ്രസിന്റെ ആശയങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ അതോ? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ്. കേസിലൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു? കേസിൽ ചെറിയ രീതിയിൽ മാത്രം, പുതുതായിട്ട് ഇതിലേക്കാണ്. ഈ കോർപ്പറേഷൻ, കോഴിക്കോട് ഒരു വലിയ കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോൾ തന്നെ അവർ പരിചയപ്പെടുത്തി, ആളുകൾ വലിയ സന്തോഷമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്? രാവിലെ പത്രം ഇടുന്നുണ്ട്, പാലിടുന്നുണ്ട്, പിന്നെ ഞാൻ RTO വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റിന്റെ ഓഫീസിൽ പണിക്ക് പോകുന്നുണ്ട്, പിന്നെ വേഗം ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അല്ല, എങ്ങനെ എത്ര മണിക്ക് രാവിലത്തെ ഒരു കാര്യങ്ങൾ തുടങ്ങും ജീവിതം? 5 മണിയാകുമ്പോൾ പേപ്പർ ഇടാൻ തുടങ്ങും, ഒരു 9 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം, അത് കഴിഞ്ഞ് 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ എടുക്കാൻ പോകും, 6-7 മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന പണി തീരുമ്പം അതെ രാത്രി 7 മണിയാവും. അതുവരെ കാര്യങ്ങളാണ്. അതെ, ഇതിനിടയ്ക്കാണ് പിന്നെ നാട്ടുകാരുടെ ഒക്കെ വലിയ ആശയവിനിമയം ഉണ്ടായിരിക്കും അല്ലേ? ഓ ഉണ്ടാവും. പത്രം ഇടാൻ പോകുമ്പോൾ പാലിടാൻ പോകുമ്പോഴൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോവാറ്. ഈ പത്രവെടിയിൽ തന്നെ ഒരു വലിയ പബ്ലിക് റിലേഷൻ ആയിരിക്കും അല്ലേ? നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ അറിയായിരിക്കും. ഓ അറിയാം, എല്ലാവരും സംസാരിച്ചിട്ട് തന്നെ ഇടാറ്. എത്ര വീടുകളിൽ പോകുന്നുണ്ട്? ഞാൻ 130 വീട്ടില് പത്രം ഇടുന്നുണ്ട്. എത്ര നാളായിട്ടുള്ള ജോലിയാണ്? ഇപ്പൊ ഒരു കൊല്ലാവാനായി ഇടാൻ തുടങ്ങിയിട്ട്. എന്താണ് ഈ പത്രവിതരണത്തിന് പോകണം എന്നൊരു തോന്നൽ വരാൻ, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ കാരണം എന്താണ്? പണിയെടുക്കാൻ ഇഷ്ടമാണ്, അപ്പൊ എല്ലാ പണിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. അതായത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു മണിക്കൂറല്ലേ, വേറെ ഒന്നിനും ചെലവഴിക്കേണ്ട സമയമല്ല അല്ലെ? നമ്മളൊരു മണിക്കൂർ നേരത്തെ എണീറ്റാല് 1 മണിക്കൂർ ജോലി ചെയ്യാം. അതെ, ഉറങ്ങിക്കളയുന്ന സമയം പണിയെടുക്കുന്ന അത്രയേ ഉള്ളൂ. ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുടുംബത്തിലാണോ അതോ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ് ഇതിനോടുള്ള ഒരു ക്രൈസ് കൊണ്ട്, ചെയ്യാനുള്ള ഒരു ഇഷ്ടം, എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പിന്നെ സ്വന്തമായി പണം ഉണ്ടാക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. അതെ, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ആക്കുന്നു. ഇതിപ്പോ എന്താണ് ഒരു കാഴ്ചപ്പാട് കോഴിക്കോട് നഗരത്തെ പറ്റിയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എങ്ങനെ തോന്നുന്നു? കുറെ കൊല്ലങ്ങളായിട്ട് LDF ആണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് അഞ്ജനയുടെ ഒരു കാഴ്ചപ്പാട്? കുറെ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഓരോ കൈമിലാണ്, അപ്പൊ നമുക്ക് തിരിച്ചെടുക്കണം. ഈ വാർഡ് ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ചായിട്ട് ഓരോ കൈമിലാണ്, അപ്പൊ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്രാവശ്യം എന്തായാലും തിരിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്? ഉണ്ട്, എന്തായാലും തിരിച്ചെടുക്കും. ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ ഉണ്ടാവും, എല്ലാവരും ഭയങ്കര സപ്പോർട്ടിലാണ് വർത്തമാനം പറയുന്നത്. ഇതിപ്പോ നേരത്തെ സൂചന തന്നായിരുന്നോ ഈ മത്സരിക്കേണ്ടി വരും എന്നൊക്കെ? ഇല്ല, ഇതിൽ ഞാൻ നോമിനേഷനിൽ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. DCC ഓഫീസിൽ വിളിച്ചിട്ടാണ് ഇത് കിട്ടിയെന്ന് പറയുന്നത്. വളരെ സന്തോഷമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പ്രചരണമൊക്കെ നടത്തേണ്ടി വരുന്നുണ്ട്, ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഈ നിലവിലെ കാര്യങ്ങളൊക്കെ തുടരുമോ? ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തുടരുമോ? പാലും പത്രം എന്തായാലും തുടരും. ബാക്കിയുള്ളതൊക്കെ പനിയത്തിന് ഏൽപ്പിച്ചതാണ്, വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങണം. പാലും പത്രം നിർത്താത്ത എന്താ? അത് രാവിലെ ഉള്ളതല്ലേ, അത് ഇതായിട്ട് ഇതാവില്ല. അത് കഴിഞ്ഞ പ്രചരണം ആരംഭിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ, രാവിലെ ഇടുന്നതുകൊണ്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. എന്തായാലും കരുത്തോടുകൂടി LDFന്റെ ഒരു കോട്ടയായി പറയപ്പെടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് LDF വിജയിക്കുന്ന സീറ്റാണ്. അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം പത്രം ഇടാൻ പോകുമ്പോൾ തന്നെ ആളുകളെ, വോട്ടർമാരെ നിരന്തരം കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും ബന്ധങ്ങളുണ്ട്. വിജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അഞ്ജനയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് സ്ഥിരമാണ്. എന്നാൽ വോട്ട് ചെയ്യില്ല എന്ന് അറിയിച്ചുകൊണ്ട് സമ്മതിദായകൻ ഫ്ലക്സ് വയ്ക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമാകും. ഒരു വീടിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്ത കൊല്ലം അഞ്ചൽ സ്വദേശി ശിവശങ്കരപിള്ളയാണ് വീടിന് മുന്നിൽ സ്ഥാനാർത്ഥികൾ കാണാൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. അർഹത ഉണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് ശിവശങ്കരപിള്ളയുടെ പ്രതിഷേധം. അഞ്ചൽ സ്വദേശി ശിവശങ്കരപിള്ള വീടിനായി കയറിയിറങ്ങാത്ത ഇടമില്ല. പഞ്ചായത്തിനും ജനപ്രതിനിധികൾക്കുമൊക്കെ പലവട്ടം നിവേദനം നൽകി സങ്കടമറിയിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാൻ അർഹതയുണ്ടെന്നിരിക്കെ അത് നൽകിയില്ലെന്നാണ് ശിവശങ്കരപിള്ളയുടെ പരാതി. നീതി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വീടിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഫ്ലക്സ് സ്ഥാപിച്ചാണ് ശിവശങ്കരപിള്ളയുടെ പ്രതിഷേധം. 17 ലൈഫ് മിഷന് അപേക്ഷ കൊടുത്തിട്ടും അർഹതയുണ്ടായിട്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുക്കുകയും അവർ വിശദീകരണം ആവശ്യപ്പെട്ടതനുസരിച്ച് DO അന്വേഷിച്ച്
ഞാൻ അന്ന് 10 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞ് അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഗ്രാമസഭ കൂടി ഗ്രാമസഭ എന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. ഇങ്ങനെ അവൻ്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കണം. അതിന് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ 2 ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ഇപ്പോഴും പരിഗണനയും കിടക്കുക. അതേ പ്രതിഷേധിച്ചാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത്. സാധാരണക്കാരന് നീതി നിഷേധിക്കുകയും ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില കൽപ്പിക്കുകയും ചെയ്യാത്ത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും മാറി മാറി വരുന്ന ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രതികരിക്കുന്നു എന്നാണ് ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ശിവശങ്കരപിള്ള പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന്റെ 23 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്ന 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കോട്ടക്കൽ നഗരസഭ, പൊന്മുണ്ടം, നന്നമ്പ്ര തുടങ്ങിയിടങ്ങളിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. CV അനുമോദിന്റെ റിപ്പോർട്ട്. 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23 ഡിവിഷനുകളിലാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതകളും യുവ നേതാക്കളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അരീക്കോട് PA ജബ്ബാർ ഹാജി, അതുപോലെ തന്നെ വെട്ടം ആലിക്കോയ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഈ ഒരു മത്സരിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവായ ഷെരീഫ് കുറ്റൂരിനും നന്നമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കേറ്റ് AP സ്മിജി താനാലൂർ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പരാതികളൊന്നും ഉയരാത്ത തരത്തിലുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മത്സരിക്കുമെന്ന് കരുതിയ പല മുതിർന്ന നേതാക്കളുമുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമെന്ന സാധ്യതയും മുന്നിൽ നിർത്തിയാണ് ഈ ഒരു പ്രഖ്യാപനം. അതായത് അഷ്റഫ് കോക്കൂരിനെയും അതേപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഇസ്മായിൽ മൂത്തേടൊക്കെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഭയിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഇന്നത്തെ പട്ടിക. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് UDFൻ്റെ 10 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് സംബന്ധിച്ചുള്ള അന്തിമ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDFലെ ഭിന്നതയാണ്. പല പഞ്ചായത്തുകളിലും പൊന്മുണ്ടവും അതുപോലെ കോട്ടക്കൽ നഗരസഭയിലും അതേപോലെ നന്നമ്പ്രയിലും തുടങ്ങി ചിലയിടങ്ങളിലൊക്കെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എല്ലായിടത്തും UDF ആയിട്ട് തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം ഉറപ്പു പറയുമ്പോഴും താഴെത്തട്ടിൽ ഇതെത്രമാത്രം നടപ്പിലാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ BJP നേതാവ് പത്മരാജനെതിരായ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. ഇയാളെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് വിധി. പത്മരാജനെതിരെ ബലാത്സംഗ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി. 2020 ജനുവരിയിലാണ് 4ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പത്മരാജൻ പീഡിപ്പിച്ചത്. BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പത്മരാജൻ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി തൻവി S രഞ്ജിത്തിന്റെ 4ാം പിറന്നാളായിരുന്നു ഇന്നലെ. അച്ഛൻ രഞ്ജിത്തും അമ്മ ശ്രീലക്ഷ്മിയുമാണ് ആശംസകൾ അറിയിക്കുന്നത്. തൻവിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കണം. ഹാപ്പി ബർത്ത്ഡേ തൻവി. മലപ്പുറം വളാഞ്ചേരി സ്വദേശിനി അമൃത ARന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അച്ഛൻ അനിലാണ് മകൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നത്. അമൃത, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ പിറന്നാളുകാരിയാണ്. തിരുവനന്തപുരം പാച്ചല്ലൂരിലുള്ള ഹൃദ്യയുടെ 2ാം പിറന്നാളാണ് ഇന്ന്. അച്ഛൻ ഹരീന്ദ്രൻ, അമ്മ മിനി, സഹോദരൻ പ്രമിത് എന്നിവരാണ് ഹൃദ്യക്കുട്ടിക്ക് ആശംസകൾ അറിയിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഹൃദ്യ.
മലപ്പുറം വളാഞ്ചേരി സ്വദേശി ഷാഫിയുടെ പിറന്നാളാണിന്ന്. ഷാഫിയുടെ ഭാര്യയും സുഹൃത്തുക്കളും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഷാഫി, നല്ല ദിവസമാകട്ടെ. ഇനി ഒരു ഇടവേളയാണ്. പോലീസ് പെട്രോൾ കാണാം. അതിനുശേഷം നമസ്കാരം.